CPI ചതിക്കുന്ന പാർട്ടിയല്ല, വെള്ളാപ്പള്ളിയെ തള്ളി പിണറായി വിജയൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനൈകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. CPIയെ കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഊഷ്മളമായ ബന്ധമാണ് CPIയുമായി ഉള്ളത്. അവർ ഏതെങ്കിലും തരത്തിലുള്ള ചതിയും വഞ്ചനയും കാണിക്കുന്നുവെന്ന ചിന്ത CPMനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടാൻ കാരണം UDF വോട്ട് കിട്ടിയത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുവർഷത്തിൽ ജനങ്ങൾക്ക് ഇരുട്ടടി നൽകി കേന്ദ്രം. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 111 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന് 1691 രൂപയായി. കൊച്ചിയിൽ 1698 രൂപയും കോഴിക്കോട് 1719 രൂപയും തിരുവനന്തപുരത്ത് 1730 രൂപയും വാണിജ്യ LPG സിലിണ്ടറിന് നൽകേണ്ടി വരും. ജനുവരി 1 മുതൽ വിലവർധന പ്രാബല്യത്തിൽ വന്നു. തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ട. 2 ഡോക്ടർമാരടക്കം 7 പേരെ പിടികൂടി. MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. നെടുമങ്ങാട് മണ്ണൂർക്കോണം സ്വദേശി അസീം, കൊല്ലം ആയൂർ സ്വദേശി അവിനാശ്, തൊളിക്കോട് സ്വദേശി അജിത്, കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശിയായ ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, പാലോട് സ്വദേശിനി അൻസിയ, കൊട്ടാരക്കര സ്വദേശിനിയായ BDS വിദ്യാർത്ഥിനി ഹലീന, കൊല്ലം ഇളമാട് സ്വദേശി ഹരീഷ് എന്നിവരെയാണ് പിടികൂടിയത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയിൽ കുറ്റവാളികൾ ആരു തന്നെയായാലും അവരെ കണ്ടുപിടിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടെന്നും അതിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ മാത്രം മറ്റുള്ളവർ ഇടപെടുകയാണ് വേണ്ടതെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തെറ്റാണ്. ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഭക്തർക്ക് ദർശനം നടത്താൻ സർക്കാർ സാഹചര്യം ഒരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ച് കൊച്ചി മെട്രോ. ഡിസംബർ 31 രാത്രിയും ജനുവരി 1 പുലർച്ചെയുമായി മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ, ഫീഡർ ബസ് എന്നിവയിലായി 1.5 ലക്ഷത്തിലധികം പേരാണ് യാത്ര ചെയ്തത്. പ്രതിദിന വരുമാനത്തിലും മെട്രോ പുതിയ ചരിത്രം കുറിച്ചു. ഡിസംബർ 31 മാത്രം 44.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് മെട്രോയ്ക്ക് വരുമാനമായി ലഭിച്ചത്. സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെയും പാൻ മസാലയുടെയും വില വർദ്ധിക്കും. ഫെബ്രുവരി 1 മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരുന്നതോടെയാണിത്. നിലവിലുള്ള GST നഷ്ടപരിഹാര സെസ്സിന് പകരം അധിക എക്സൈസ് ഡ്യൂട്ടി ഏർപ്പെടുത്തി നികുതി ഘടനയിൽ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കരണമാണ് വില വർധനവിന് കാരണം. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യക്കെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ. നടൻ ജയസൂര്യയ്ക്ക് 1 കോടിയോളം രൂപ കിട്ടിയെന്ന് ED കണ്ടെത്തി. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലാണ് പണം എത്തിയത്. തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാദിഖ് റഹ്മാന്റെ കമ്പനികളിൽ നിന്നാണ് പണം എത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂയോർക്ക് സിറ്റി മേയറായി സൊഹ്റാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മാൻഹാട്ടനിലെ ചരിത്ര പ്രസിദ്ധമായ സബ്വേ സ്റ്റേഷനിലായിരുന്നു സത്യപ്രതിജ്ഞ. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് മംദാനിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പങ്കാളിയായ രാമദുവാജിയും സത്യപ്രതിജ്ഞയിൽ മംദാനിക്കൊപ്പമുണ്ടായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും CPIMനില്ലെന്നും വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തോട് യോജിപ്പില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIയും CPIMും തമ്മിൽ ഏറ്റവും വലിയ ബന്ധമാണുള്ളത്. അതിനെതിരായ തെറ്റായ ഒരു പ്രവണതയും പ്രചാരവേലയും തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലൻഡിൽ പുതുവത്സരാഘോഷത്തിനിടെ റിസോർട്ടിൽ വൻ സ്ഫോടനം. 40-ലധികം പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ക്രാൻസ് മൊണ്ടാനയിലെ സ്വിസ്കി റിസോർട്ടിലെ ബാറിലാണ് സ്ഫോടനമുണ്ടായത്. മരണസംഖ്യ ഉയർന്നേക്കും. ജനൈകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.